ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു അപ്ഡേറ്റ് നേരത്തെ ഹോട്ട് ലൈൻ അവർ പങ്കുവച്ചിരുന്നു. ഒരു നമ്പർ കൂടി ഈ യാത്രക്കാർക്ക് അവരുടെ ബന്ധുക്കൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് അറിയാനുള്ള വിവരങ്ങൾ തേടാനായി ഒരു ഹോട്ട് ലൈൻ നമ്പർ കൂടി പങ്കുവയ്ക്കുന്നു. 8062779200 എന്ന നമ്പറാണ്. ഒന്നുകൂടി പറയാം, 8062779200 8062779200 എന്ന നമ്പർ കൂടി ഹോട്ട് ലൈനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നേരത്തെ പക്ഷേ ബാലു സൂചിപ്പിച്ചിരുന്നു, ഇവർ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നൊരു വിവരം മാത്രമാണ് പ്രാഥമികമായിട്ട് എയർ ഇന്ത്യ പങ്കുവയ്ക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാവരും തന്നെ ആശുപത്രികളിലേക്കൊക്കെ മാറ്റി. അതെ, വിദേശികളുണ്ട്, കൺഫേം ചെയ്യണം. പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല മൃതദേഹം. അതുകൊണ്ട് അത് ഐഡന്റിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് എയർ ഇന്ത്യക്കായാലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കായാലും ഇനിയാൾ മരിച്ചോ അല്ലെങ്കിൽ ഇനിയാൾ അതീവ ഗുരുതരാവസ്ഥയിലാണോ എന്ന കാര്യമൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനൊരു കുറച്ച് സമയമെടുത്തേക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഹോട്ട്ലൈൻ നമ്പർ കൂടി എയർ ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൻ്റെ പ്രവർത്തനം അത് 4:45 പുനരാരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ അപകടം നടന്നത് വിമാനത്താവളത്തിൽ നിന്ന് ഒരു 4-4.5 കിലോമീറ്ററോളം മാറിയിട്ടാണ് എന്നതുകൊണ്ട് വിമാനത്താവളത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അവിടെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ റൺവേയിൽ നിന്ന് നേരെ പിടിച്ചാൽ ഏകദേശം ഒരു 4 കിലോമീറ്ററിന് ഒക്കെ കൃത്യമായി പറയുന്ന 5.8 കിലോമീറ്റർ എന്നാണ്. പക്ഷേ അത് ഇത്രയും ദൂരെയാണ് ഈ BJ മെഡിക്കൽ കോളേജ് ഉള്ളത്. വിമാനം പറന്നുയർന്ന് 1 മിനിറ്റിനകം വെറും 625 അടി മാത്രം ഉയരത്തിൽ നിൽക്കുകയാണ് ഈ BJ കോളേജിൻ്റെ മെസ്സിൻ്റെ മുകളിലേക്ക് ഈ വിമാനം വന്ന് പതിക്കുന്നത്. അങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളടക്കം ഈ അപകടത്തിന് ഇരയായി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. 5 വിദ്യാർത്ഥികളെക്കുറിച്ച് വിവരമില്ല എന്നാണ് കോളേജ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടുകളും ചില ഹിന്ദി മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. രാജ്യത്തെ ആകെ നടുക്കിയ ഈ ദുരന്തത്തിൽ ലോക രാഷ്ട്രങ്ങൾ, ലോക നേതാക്കളൊക്കെ നടുക്കം രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബോയിങ് കമ്പനിയിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അവർ തന്നെ നേരത്തേക്ക് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വളരെ സുരക്ഷിതമാണ് തങ്ങളുടെ ഈ ശ്രേണിയിലുള്ള വിമാനം എന്നാണ് ബോയിങ് കമ്പനി ഇതുവരെ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ അതിനെപ്പോലും തകിടം മറിക്കുന്ന നിലയിലാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തം അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത്. യാത്രക്കാർ മുഴുവനും, അതിലെ ക്രൂ അടക്കം 242 പേരും ഈ അപകടത്തിൽ മരിച്ചു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരുപക്ഷെ ഇതാ മെസ്സിൻ്റെ സമീപമായതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ടു. കുറച്ചുകൂടി ജനവാസ മേഖലയിലോ മറ്റോ ആയിരുന്നു ഈ അപകടം സംഭവിച്ചെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി ഇതിലും എത്രത്തോളം വലുതായേക്കുമെന്ന ഒരു ഭയം എല്ലാവരിലുമുണ്ട്.